ഇതിനിടയ്ക്കെല്ലാം ഓരോ ഡാൻസ് കഴിയുമ്പോഴും ഒരു 30 സെക്കൻഡിനുള്ളിൽ നമ്മുടെ പ്രൊജക്ടർ വീഡിയോ കൊടുക്കുമായിരുന്നു. നല്ലൊരു ക്ഷേത്രാങ്കണമായിരുന്നു. സാമാന്യം ഭേദപ്പെട്ട പ്രേക്ഷകരും ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ലാഗ് പോലും വരാതെ കൃത്യം 2 മണിക്കൂറിൽ 15 ഡാൻസും വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നതിന് ഈ പ്രൊജക്ടർ വലിയൊരു സഹായകമാണ്. നമ്മുടെ ജനമോള് അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രോഗ്രാം കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് ഷൂട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം തീർന്നു. കർട്ടൻ വീണു. ഒരൊറ്റ ദിവസത്തെ പ്രയത്നത്തിൽ 3-4 നൃത്തങ്ങൾ മാറ്റിയെടുത്ത് ക്ലിയർ ചെയ്ത് വളരെ മനോഹരമായി പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു. അതിനുശേഷം മക്കളെ എല്ലാവരെയും വേദിയിൽ അണിനിരത്തി അവരുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് വേദിയിൽ വന്ദനം ചെയ്യുന്ന ഒരു രീതി കൂടിയുണ്ട്. കുട്ടികൾക്ക് അനൗൺസ് ചെയ്യാനും മൈക്കിൽ നന്നായി പ്രസൻറ്റ് ചെയ്യാനുമുള്ള ഒരു അവസരം കൂടിയാണത്. അപ്പോൾ വളരെ കോൺഫിഡൻ്റായിട്ട് നല്ല രീതിയിൽ മൈക്കിൽ സ്പഷ്ടമായി സംസാരിക്കാനുള്ള ഒരു കഴിവും നമ്മുടെ സീനിയർ മക്കൾക്ക് ആയി വരുന്നതാണ്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞാനവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പിന്നെ ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി ജനമോളെ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ മോളെ പതിയെ എടുത്ത് സമാധാനമായിട്ട് ഞങ്ങളെല്ലാം കൂടി ബസ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യം നടന്നു. മാന്യനായ ഒരു മിത്രം ഞങ്ങളോട് വന്നിങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ, ടീച്ചറെ സമ്മതിച്ചു തന്നു. ഇങ്ങനെ ഒരു ടീച്ചറിനെയും ഇത്രയും ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു കുറച്ച് സ്റ്റുഡൻസിനെയും അത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നത് സത്യമാണ്. എൻ്റെ മക്കൾ തന്നെയാണ് ഇവരെല്ലാം. അവർക്ക് ഞാൻ എല്ലാമാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സത്യമാണ് എന്നത് അവർക്കെല്ലാം അറിയാവുന്ന കാര്യവുമാണ്. അത്രത്തോളം ആത്മാർത്ഥതയിലും സ്നേഹത്തിലും ഒത്തൊരുമയിലുമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. ഞങ്ങളുടെ പുതിയ ഈ ഒരു കലാസൃഷ്ടിയുടെ നിമിത്തം പോലും അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു വഴികാട്ടൽ പോലും എനിക്ക് ഈശ്വരൻ നൽകിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എൻ്റെ ഈ സീനിയർ മക്കൾ തന്നെയാണ്. കാലിലെ പൊട്ടൽ കൊണ്ടാണെങ്കിലും അവളുടെ ആഗ്രഹപ്രകാരം അവൾക്ക് പ്രോഗ്രാം മുഴുവൻ നേരിട്ട് കാണാൻ സാധിച്ചു. മീനാക്ഷി മോള് യജ്ഞമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരികെ പോവുകയാണ്. മീനാക്ഷി മോളും അനാമിക മോളും ശ്രീലക്ഷ്മി മോളും അത്രയും ശ്രമിച്ചത് കൊണ്ടാണ് ഈ പ്രോഗ്രാം അത്രയും നന്നാക്കി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. തിരിച്ച് ദകണ്ടോ ഇങ്ങനെ ഉറങ്ങുന്ന എല്ലാ മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് തിരികെ വർക്കലയിലേക്ക് പോവുകയാണ്. ഞാൻ മറ്റൊരു ബസ്സിലായിരുന്നു കേട്ടോ. ഇതിൽ ഇവരെല്ലാവരും ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് വീണ്ടും ഭീകരമായ സിത്തിമോളുടെ ഈ രൂപം കണ്ടുകൊണ്ട് ടാറ്റാ.